എന്തായാലും നിർമ്മല സീതാരാമൻ്റെ അടുത്തൊരു ബഡ്ജറ്റ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് വരാൻ പോവുകയാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യം മുഴുവനും വളരെ കാര്യമായിട്ടാണ് ശ്രദ്ധിക്കുന്നത്. എങ്ങനെയായിരിക്കും നിർമ്മല സീതാരാമൻ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ അവതരിപ്പിച്ചതുപോലുള്ളൊരു ബഡ്ജറ്റ് ആയിരിക്കുമോ? കാരണം കഴിഞ്ഞ പ്രാവശ്യങ്ങളിലുണ്ടായിരുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു രീതിയല്ല ഇപ്പോഴുള്ളത്. അന്ന് BJPക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു മേധാവിത്വം ഉണ്ടായിരുന്നു ഗവൺമെൻറ്റിൽ. ഇപ്പോൾ അതല്ല, ഇപ്പോൾ 2 ഘടകകക്ഷികൾ പ്രധാനമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ബഡ്ജറ്റിനെ ബാധിക്കുമോ എന്നത് എല്ലാവരും ഉറ്റുനോക്കുകയാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അല്ല, അത് ബഡ്ജറ്റിനെ ബാധിക്കും. മുമ്പ് BJPക്ക് തോന്നിയ പോലെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കായിരുന്നു റിസോഴ്സസ്. BJP പക്ഷേ ആരോട് അങ്ങനെ ചിറ്റമനായം അണിച്ചൊന്നായിട്ട് എനിക്ക് തോന്നിയില്ല. എല്ലാവർക്കും അർഹതപ്പെട്ട അവർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുക്കാനുള്ള പവർ BJPക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ആ പവറില്ല. ഈ 2 ഘടകകക്ഷികളുണ്ടല്ലോ, അവരാണെങ്കിൽ ഇപ്പോൾ തന്നെ മണി ആങ്കറിയുമാണ്. അപ്പോൾ അവർക്ക് കാര്യമായ പരിഗണന കൊടുക്കേണ്ടി വരും. ഇപ്പോൾ അമരാവതി ക്യാപിറ്റലാക്കുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ, അല്ലെങ്കിൽ അമരാവതി അല്ലെങ്കിൽ തന്നെ നിലവിലുള്ള അവരുടെ സംസ്ഥാനത്തെ വികസനവുമായി ബന്ധപ്പെട്ട് തെലുങ്കുദേശം പാർട്ടി കൂടുതൽ എമൗണ്ട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെയൊരു ഈ ഗവൺമെൻറ് രൂപീകരിച്ച സമയത്ത് തന്നെ അങ്ങനെ എന്തൊക്കെയോ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ട് അവർ തമ്മിൽ. പിന്നുള്ളത് നികേഷ് കൂടുതൽ ചോദിക്കും. നികേഷ് മരിച്ചു കഴിഞ്ഞാൽ നികേഷിനെ മഹാത്മാഗാന്ധി ഇന്ത്യൻ കറൻസിയിലുള്ളതുപോലെ നികേഷിൻ്റെ കറൻസി അവിടെ ഉണ്ടാവണം എന്ന് അതാണ് മുമ്പ് വേറെ ആഗ്രഹം എന്നുള്ളത്. മകനധികാരം കൂടെ അങ്ങനെയൊന്നുമില്ല. നികേഷ് ഇങ്ങനെ എല്ലാ കാലത്തും ചിരന്തനമായി നിൽക്കണം എന്ന് മാത്രമാണ് അയാൾക്ക് ആഗ്രഹമുള്ളത്. അപ്പോൾ സ്വാഭാവികം അവർക്ക് കൂടുതൽ റിസോഴ്സസ് കൊടുക്കേണ്ടി വരും. അത് മുമ്പ് അവർ കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പം ജഗനായിരുന്ന സമയത്ത് ആന്ധ്രാപ്രദേശിനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അർഹിക്കുന്നത് കൊടുത്തിരുന്നു. ചിലപ്പോൾ അർഹിക്കാത്ത കൊടുക്കേണ്ടി വരും. കാരണം ഈ ഫൈനലി വേറെ വലിയ ഡിമാൻഡൊന്നും അവർ മുന്നോട്ട് വെച്ചിട്ടില്ല. വലിയ മന്ത്രിസ്ഥാനം അങ്ങനെയൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെ ഒരു വോട്ട് ബാങ്കിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് വരണം അവരുടെ സ്റ്റേറ്റുകളിൽ. അപ്പോൾ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അതിൽ ചെയ്യേണ്ടതായിട്ട് വരുമെന്ന് തോന്നുന്നു. മുമ്പുള്ള പോലെ BJPക്ക് ഒരു ഫ്രീ ഹാൻഡ് ഇല്ല. പിന്നെ വേറൊരു കാര്യം ഉള്ളതെന്ന് വെച്ചാൽ കുറച്ചും കൂടെയൊക്കെ പോളിസിയിൽ കുറച്ചൊക്കെ റിഫോംസ് വരാൻ സാധ്യതയുണ്ട്. അതിപ്പോൾ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് ഇപ്പം ബോധിക്കാൻ പറ്റില്ല. ഇനി കൂടുതലൊരു വലതുപക്ഷവൽക്കരണത്തിലേക്ക് പോകും. മോഡി പലതും ചെയ്ത് വലതുപക്ഷവൽക്കരണത്തിൻ്റെ തീവ്രത മോഡി കുറച്ചാണ്. സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിനേക്കാണ് മോഡി കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. കാരണം മോഡിക്ക് അതിൻ്റെ കാര്യം അറിയാം. ഹീസ് ഫ്രോം ഗുജറാത്ത് ഇന്ത്യയിൽ എല്ലാ കാലത്തും സാമ്പത്തിക വളർച്ചയിൽ 1ാം സ്ഥാനത്ത് നിന്ന സ്റ്റേറ്റാണ്. പക്ഷേ ഗുജറാത്തിൽ ഉൾനാട്ടിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ കൊടിയ ദാരിദ്ര്യമാണ്. ഏറ്റവും കൂടുതൽ ദരിദ്ര ലോകത്ത് വസിക്കുന്ന പ്രദേശങ്ങളിൽ ഗുജറാത്തിലെ ഗ്രാമങ്ങളുണ്ട്. മനസ്സിലായില്ലേ? സബ് സഹാറൻ ആഫ്രിക്കനെക്കാളും കഷ്ടമായിരുന്നു മോഡി വരുന്നതിന് മുമ്പ്. മോഡിയുടെ കാലഘട്ടത്തിലും ഈ പ്രശ്നം അങ്ങനെ തന്നെ പെർസിസ്റ്റ് ചെയ്തെങ്കിൽ പോലും മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരുന്നു. ഇപ്പോൾ ഒരു പക്ഷേ അതിൻ്റെ ഇമ്പാക്റ്റ് വന്നു തുടങ്ങിയിട്ടുണ്ടാവും. മോഡി ശുദ്ധജലം എത്തിക്കാനും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനും അങ്ങനെയുള്ള. അപ്പോൾ മോഡിക്ക് ഇതിൻ്റെ പ്രശ്നമായി. ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് ഡെവലപ്മെൻറ്റിൻ്റെ പ്രശ്നം മോഡിക്ക് ഗുജറാത്തിൽ നിന്ന് അറിയാം. ഇപ്പോൾ പിണറായി വിജയന് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റിൻ്റെ പ്രശ്നം അറിയാമെന്ന് പറയും. കാരണം നമ്മൾ ഈ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിന് വളരെ പ്രാധാന്യം കൊടുത്ത ആളുകളാണ്. അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റേറ്റിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനം വളരെ കുറവാണ്. ഇവിടെ ഇൻഡസ്ട്രി അതുപോലെ തന്നെ അഗ്രികൾച്ചർ ഈ 2 സെക്ടർ മേടിച്ചിരിക്കുകയും ഒരു ബലൂൺ പോലെയുള്ള ഒരു വികസനമാണ് ഇവിടെ. ഇവിടെ ഒറ്റയ്ക്ക് രാജ്യമായിരുന്നു ഇപ്പോഴും പൊട്ടിപ്പോകുന്നൊരു സമ്പദ് വ്യവസ്ഥ കേരളത്തിൻ്റെ. ഇന്ത്യയുടെ ഭാഗമായി നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ പ്രഷർ വരുന്നത്. ഒരു ബബിളാണ്. കേരള ഇക്കോണമി ഒരു ബബിളാണ്. മനസ്സിലായില്ലേ? അതിവേഗം മധ്യവർഗവൽക്കരിക്കപ്പെട്ട ഒരു ബബിളാണ് നമ്മൾ ഈ ഗുജറാത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഉണ്ട് ദാരിദ്ര്യ മേഖലകൾ. പക്ഷേ അങ്ങനെ കൊടിയ ദാരിദ്ര്യ മേഖല നമ്മളിവിടെ കുറവാണ്. ഇവിടെ എല്ലാവരും അധികം ഒരു മധ്യവർഗവൽക്കരിക്കപ്പെട്ടതാണ്. പക്ഷേ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബജറ്റ്, നമ്മുടെ സ്റ്റേറ്റിൻ്റെ കടം വളരെ കൂടുതലാണ്. കമ്മി ബജറ്റാണ്. കമ്മി ബജറ്റ് എല്ലാ സ്ഥലത്തും. പക്ഷേ അത് ഭീകരമായ രീതിയിൽ കമ്മിയായിട്ടുള്ള ഒരു ബജറ്റാണ്. കുറേ കാലമായിട്ട് ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലം തൊട്ട് അങ്ങനെയാണ്. അത് എനിക്കൊന്ന് ബാലഗോപാലാണ് ഇപ്പോൾ നേരാക്കാൻ കുറച്ചെങ്കിലും ശ്രമിക്കുന്നത്. കാരണം മറ്റേ അങ്ങേര് കുറേ ഗിമ്മിക്കുകൾ അടിച്ചു. ബാലഗോപാൽ കുറച്ചുകൂടി റീസണബിളായി ചിന്തിക്കുന്നുണ്ട്. അധികം ഫ്രീബീസൊക്കെ കുറച്ചുകൊണ്ട് ബാലഗോപാൽ ചെയ്യുന്നുണ്ട്, മൊബിലൈസ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് ഈ ഒരു കേരള മോഡൽ നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ തന്നെ ഗുജറാത്ത് മോഡലിൻ്റെ പ്രശ്നം ഏറ്റവും നന്നായിട്ട് അറിയുന്നത് മോഡിക്കാണ്. അതുകൊണ്ട് മോഡി പലപ്പോഴും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കേന്ദ്രം നടപ്പിലാക്കിയ പല ഇടതുപക്ഷ സ്വഭാവമുള്ള നയങ്ങളാണ്. പല ഫ്രീബീസ് കൊടുക്കുന്നതാണെങ്കിലും, അല്ലെങ്കിൽ ഈ ഇടതുപക്ഷത്തിൻ്റെ പരിപാടിയാണ് ഈ പറയുന്ന ടാക്സൊക്കെ ഒരൊറ്റ അംബ്രല്ലയുടെ അണ്ടറിൽ കൊണ്ടുവരിക എന്നുള്ളൊക്കെ ലോകത്ത് ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ വന്ന സ്ഥലത്താണ്. ഫെഡറൽ സിസ്റ്റം ശക്തമായ സ്ഥലത്ത് അത്ര എളുപ്പമല്ലത്. അമേരിക്കയിലൊന്നും അത്ര ശക്തമല്ലത്, അത്ര എളുപ്പമല്ലത്. അപ്പോൾ പക്ഷേ സോവിയറ്റ് റഷ്യയിൽ എളുപ്പമാണ്, ചൈനയിൽ എളുപ്പമാണ്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ പിന്നെ അദ്ദേഹം പല സാമൂഹ്യ പരിഷ്കരണ ബേട്ടി ബച്ചാവോ പോലെയുള്ള പദ്ധതികൾ, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പദ്ധതികൾ ഈ രീതിയിൽ. പിന്നെ അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അതിനാണ് വേറെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റാണ്. മുമ്പും റോഡുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒരു ഗതിവേഗം കൂടിയിട്ടുണ്ട്, പുതിയ റെയിൽവേ ലൈൻ പിന്നെ ഇതൊക്കെ. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു വലിയൊരു പ്രൊജക്റ്റ് ഇന്ത്യയിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് വേഗത്തിൽ നടക്കുന്നുണ്ട്. മുമ്പും നടന്നിരുന്നു, പക്ഷേ ഇപ്പോൾ അത് വേഗത കൂടുതലാണ്, അഴിമതി താരതമ്യേന കുറവാണ്. അപ്പോൾ
അത്തരം പ്രൊജക്റ്റുകൾ അത് കണ്ടിന്യൂ ചെയ്യപ്പെടും. അല്ലെ, അങ്ങനെയുള്ള ബഡ്ജറ്റിൽ ഇപ്പോൾ അതെങ്ങനെയുള്ള ഇപ്പോൾ താങ്കളിപ്പോൾ ഒരു ഫ്രീ ബീസിനെ കുറിച്ച് പറഞ്ഞു, അങ്ങനെ ഏതെങ്കിലും ഫ്രീ ബീസ് പദ്ധതികൾ കൂടുതലായിട്ട് ഈ ബഡ്ജറ്റിൽ ഉണ്ടാകുമോ? അഥവാ അങ്ങനെ ബഡ്ജറ്റിൽ അങ്ങനെ ഫ്രീ ബീസ് പദ്ധതികൾ ഉണ്ടായാൽ അതൊരു നല്ല ഒരു 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 കീഴ്വഴക്കമാണോ? കാരണം നമ്മുടെ നാട്ടിലെ ജനങ്ങളെ കൂടുതൽ മടിയന്മാരാക്കുന്ന ഒരു രീതിയിലേക്ക് ഫ്രീ ബീസ് പദ്ധതികൾ അങ്ങനെ ഉണ്ടാവുമോ? അല്ല, ഇപ്പം വിദ്യാഭ്യാസം ഈ രംഗത്തൊക്കെ കുറച്ചും കൂടി ഒരു ഗവൺമെൻറ് സപ്പോർട്ട് ആവശ്യമായിട്ട്. ഫ്രീ ബീസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ വെറുതെ കാശ് കൊടുക്കുന്നത് മാത്രമേ നമ്മൾ കരുതണ്ട. ചില ഈ പറയുന്ന സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിലെ ഡെവലപ്മെൻറ്റ് നമ്മൾ ഫ്രീ ബീസിൻ്റെ ഇപ്പോൾ നമ്മൾ വിശാലമായ അർത്ഥത്തിൽ ഫ്രീ ബീസിൻ്റെ പരിഗണനയിൽ വരും. ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞ ഈ അരി വെറുതെ കൊടുക്കുന്ന മാത്രമല്ല, ഉദാഹരണം മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടല്ലോ. അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ പദ്ധതി വേണമെന്ന് വല്ലതും ചോദിക്കും. പക്ഷേ നമ്മുടെ നാട്ടിൽ തന്നെ ഗ്രാമീണ മേഖലയിൽ ഒരു വരുമാനമില്ലാത്ത ആളുകൾക്ക് ഒരു 10,000 രൂപ കിട്ടുകയാണ്. അവർ സെൽഫ് സഫീഷ്യൻ്റ് ആവുകയാണ്. അവർക്ക് അതുകൊണ്ട് അവരുടെ കുടുംബശ്രീയിൽ ലോൺ എടുക്കാൻ പറ്റുന്നു, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നു. അത് ആത്യന്തികമായിട്ട് അവരുടെ സോഷ്യൽ ലൈഫിൽ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിന് ഗുണം ചെയ്യും, അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തി അത് ഇക്കോണമിക്ക് ഗുണമാവുകയും ചെയ്യുന്നു. ഇക്കോണമിയിൽ ആ മണി ഇറങ്ങുന്നുണ്ട്. BJP സത്യത്തിൽ ഈ പദ്ധതി ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. എഗെയിൻസ്റ്റ് ദാറ്റ്. അവരെ സപ്പോർട്ട് ചെയ്യുന്ന എക്കണോമിസ്റ്റുകൾ അതിനെതിരെ. പക്ഷേ BJP അത് നിർത്തിയില്ല. അതിന്റെ ഫണ്ടൊക്കെ കുറച്ചു എന്നേ ഉള്ളൂ. പിന്നെ അതിന് പേരും മാറ്റി എന്ന് തോന്നുന്നു. അപ്പോൾ ആ രീതിയിൽ അത്തരം പദ്ധതികൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മോഡിക്ക് അറിയാം. അതുകൊണ്ടാണ് മോഡി അത് നിർത്താത്തത്. അപ്പം അതുപോലെ മോഡീനെ ആളുകൾ സപ്പോർട്ട് ചെയ്യുക ഒരു പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ മോഡി ഈ രീതിയിലുള്ള പരിഷ്കരണങ്ങൾ നടപ്പിലാക്കുന്നതാണ്. രണ്ടാമത്തെ കാര്യം, അമേരിക്ക അല്ലെങ്കിൽ WTO ആവശ്യപ്പെടുന്ന വളരെ പെട്ടെന്ന് ഒരു എക്കണോമിക് റിഫോംസ് മോഡി കൊണ്ടുവരുന്നില്ല. അതിൻ്റെ സ്പീഡ് താരതമ്യേന കുറവാണ്. എന്തായാലും ഈ ബഡ്ജറ്റിൽ നമ്മൾ നിർമ്മലാ സീതാരാമൻ ബഡ്ജറ്റ് നമ്മൾ മറ്റൊരു കാര്യം കൂടെ ആലോചിക്കാനുണ്ട്. അതായത് ഡിഫൻസ് ഫണ്ട് കൂടാൻ സാധ്യതയുണ്ട്. ഡിഫൻസ് ഫണ്ട് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. അത് കൂടാൻ സാധ്യതയുണ്ട്. അത് ഇവിടെ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും. ചൈനയിൽ അമേരിക്ക കൂടുന്നു, ഭീകരമായി കൂടുന്നു. പക്ഷേ നമ്മുടെ ഈ ഒന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഘടകകക്ഷികളുടെ പിന്നെ സമ്മർദ്ദത്തിൽ വിധേയമാകുമ്പോൾ തന്നെ നമ്മുടെ എക്കോണമി മൂന്നാമത് എക്കോണമിയായിട്ട് രാജ്യം വളരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ അത് ഇലക്ഷൻ സമയത്ത് ഇപ്പോഴും പറയുന്നുണ്ട്. അപ്പോൾ ബഡ്ജറ്റിന് അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ട് അക്കാര്യത്തിൽ. ഈ രാജ്യത്തെ ഒരു മൂന്നാം എക്കോണമിക് രാജ്യമായിട്ട് മാറ്റുന്ന ഒരു അവസ്ഥയിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിന് കഴിഞ്ഞിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് ബഡ്ജറ്റ് വരാൻ സാധ്യത കാണുന്നില്ല. അതിനുള്ള ശേഷിയൊന്നും ഘടകകക്ഷികൾക്ക് ഇല്ല. പക്ഷെ കുറച്ചും കൂടി കൂടുതൽ ആനുകൂല്യങ്ങളൊക്കെ അവർക്ക് കിട്ടും. പക്ഷെ അത് ഓറിയന്റേഷൻ നഷ്ടപ്പെടുന്നില്ല. ഇതിപ്പോൾ ആദ്യം മോഡി അധികാരത്തിൽ വന്നപ്പോൾ ചോദിച്ചാൽ 10 വർഷമാണ്. ഇപ്പം 15 വർഷം കിട്ടിയല്ലോ. അപ്പോൾ ഈ 10 വർഷമായി നടക്കലായിക്കൊണ്ടിരിക്കുന്ന രീതികളൊന്നും വലിയ മാറ്റമൊന്നും വരില്ല. ഇനിയിപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു എതിർപ്പ് വന്നു കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യാനുള്ള സിസ്റ്റം അവർക്കുണ്ട്. അപ്പോൾ ഈ സംസ്ഥാനങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടുമെന്നല്ലാതെ നിലവിലുള്ള ഓറിയന്റേഷൻ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് മോഡിയുടെ ഒരു പോക്ക് മൻമോഹൻ സിംഗിനെ അല്ലെങ്കിൽ വാജ്പേയിയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു സെൻട്രൽ ലെഫ്റ്റ് പെർസ്പെക്റ്റീവിലാണ് മോഡി പോയിക്കൊണ്ടിരിക്കുന്നത്. അധികം ജനക്ഷേമ പദ്ധതികൾ ഇതൊക്കെയാണ്. ഇതൊന്നും ഒരു ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ നമ്മൾ ആ രീതി നമുക്ക് കാണാൻ പറ്റാത്തതാണ്. വാജ്പേയി പോലും വളരെ ഡ്രാസ്റ്റിക് ആയിട്ടാണ് റിഫോംസ് കൊണ്ടുവന്നത്. മൻമോഹൻ സിംഗ് ഡ്രാസ്റ്റിക് ആയിട്ടാണ് കൊണ്ടുവന്നത്. മോഡിയുടെ അണ്ടറിൽ ഈ റിഫോംസ് നടപ്പിലാക്കി താരതമ്യേന കുറഞ്ഞ വേഗത്തിലാണ്. ഇവിടെ പലരും കാണാത്തത്. പക്ഷേ അദ്ദേഹത്തിനെ കുറിച്ച് പ്രചരിപ്പിക്കുന്നതും അദ്ദേഹത്തിന് ഇമേജ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതും വേറൊരു റൈറ്റിസ്റ്റ് ഗവൺമെന്റ് ആണല്ലോ, മറ്റേ ലെഫ്റ്റിസ്റ്റുകളാണല്ലോ. വാജ്പേയിനെ പോലും പലരും പറഞ്ഞ ലിബറൽ ലെഫ്റ്റ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെ പക്ക റൈറ്റ് ആണല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന ഇപ്പം ഈ നോട്ട് നിരോധനം പോലും പൊതു ലോകത്തിൽ ലെഫ്റ്റിസ്റ്റുകളെ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ നോട്ട് നിരോധനം മുമ്പ് നടപ്പിലാക്കി ഒന്ന് ഷാവേസിന് ശേഷം വന്ന വെനസ്വേലയിലാണ്. അവരൊക്കെ നടപ്പിലാക്കാൻ പറ്റിയില്ല. അതെ. അതുപോലെ തന്നെ റഷ്യൻ വിപ്ലവത്തിന് ശേഷം റൂബിളിന്റെ മേലിൽ ശക്തമായ നിയന്ത്രണം കൊണ്ടുവന്നു. എവിടെയൊക്കെ വിപ്ലവം നടന്നൊക്കെ ഈ നാണയ വിനിമയത്തിൽ ശക്തമായ നിയന്ത്രണം കൊണ്ടുവന്നു. ഇതൊരു ക്യാപിറ്റലിസ്റ്റ് രാജ്യം ചെയ്തില്ല. അതാണ് മോഡി ചെയ്തത്. മോഡി ചെയ്തത് പിന്നെ കള്ളപ്പണം കുറയ്ക്കുക, പിന്നെ നാഷണൽ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഇപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കണ്ടിട്ട് നിങ്ങൾ ഇത്ര 1,70,000 കോടി രൂപയുടെ പൈസ അല്ലേ തിരിച്ചു വരാത്തുള്ളൂ. അത്രയും വന്നില്ലല്ലോ. പിന്നെ മാത്രമല്ല അതിനുശേഷമുള്ള മിക്ക ട്രാൻസാക്ഷൻസും വൈറ്റായി. അതിൻ്റെ ടാക്സബിളും ആവുന്നു. അതിൻ്റെ ഇൻകം, അതിൻ്റെ ഒരു ഗുണം എക്കോണമിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു 10-20 വർഷം കഴിഞ്ഞ് നിങ്ങൾ നോക്കിയോ മോഡിനെ നമ്മൾ വിലയിരുത്തുന്നത്, പലരും ഇവിടെ വിലയിരുത്തുന്നത് ഇന്ത്യയിലെ അതിതീവ്ര വലതുപക്ഷവൽക്കരണത്തിന് വേഗത കുറച്ച പ്രധാനമന്ത്രി ആയിരിക്കും. അങ്ങനെ അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ ബഡ്ജറ്റ് ഒരു കാര്യം ഉണ്ടാകും. കേരളത്തിൻ്റെ ഈ ബഡ്ജറ്റിൽ എന്തൊക്കെയായിരിക്കും ഗുണം ഉണ്ടാകാൻ പോകുന്നത്? നിർമ്മലാ സീതാരാമൻ്റെ ബഡ്ജറ്റിൽ പൊതുവെ എനിക്ക് കേരള ഗവൺമെൻറ്റുകളെ കുറിച്ച്, അത് ഏത് ഗവൺമെൻറ്റുകളായിരുന്നാൽ പോലും ഈ കൃത്യമായ പ്രപ്പോസൽ കൊടുക്കുന്നില്ല. ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് കൃത്യമായ പ്രപ്പോസൽ കൊടുക്കില്ല. വളരെ ക്ലിയർ ആയിട്ടുള്ള പ്രോജക്റ്റ് റിപ്പോർട്ട് പോലത്തെ നല്ല കൃത്യമായ പ്രപ്പോസൽ കൊടുക്കാതിരുന്നിട്ട് ഈ ബഡ്ജറ്റ് കഴിയുമ്പോഴേക്കും കേരളത്തെ അവഗണിച്ചേ എന്ന് പറഞ്ഞിട്ട് പ്രക്ഷോഭം നടത്തുക എന്നൊരു രീതിയാണ് കുറേ കാലമായിട്ട് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത്. അങ്ങനെ ആയിരിക്കും ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ. കേരളത്തിൽ 2 പ്രശ്നം വളരെ മുമ്പ്, അതിപ്പോൾ UDF ആണ് LDF ഭരിക്കും ഞാൻ കണ്ടിട്ടാണ്.
കണ്ടിട്ടുണ്ട്. അത് മുകളിൽ ഒരു പക്ഷേ ഭരിക്കുന്നത് കോൺഗ്രസ് ആയിരിക്കാം, ഇവിടെ ഭരിക്കുന്നത് കേരളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ കോൺഗ്രസ് ആയിരിക്കാം. മുകളിൽ ഭരിക്കുന്ന ഒരു പക്ഷേ ജനതാ പാർട്ടി ആയിരിക്കാം, അല്ലെ വാജ്പേയി ആയിരിക്കാം. ജനതാ പാർട്ടിയാണെങ്കിൽ LDFൻ്റെ ഭാഗം തന്നെയാണല്ലോ അവർ. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും എല്ലാ സമയത്തും കേരളത്തിന് കിട്ടിയില്ല എന്ന് പറയും. പിന്നെ ഒരു ഫുട്ബോൾ കളി കേരളം തോറ്റാൽ കഴിഞ്ഞ് കേരള വിടുതല്ലോ, ഇങ്ങനെ കേരളത്തിന് കൊടുക്കാതിരിക്കാൻ വേണ്ടി ഒരു ടീം അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അത് വെറുതെ ഇപ്പോൾ മൊത്തം അലോക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡിസേർവ് ചെയ്യുന്നത് നമുക്ക് കിട്ടും, ചിലത് നമുക്ക് ഡിമാൻഡ് ചെയ്ത് മേടിക്കേണ്ടി വരും. പലപ്പോഴും നമ്മളിങ്ങനെ കംപ്ലയിൻറ്റ് കൊണ്ടുവന്ന സമയത്ത് കേന്ദ്ര ഗവൺമെൻറ്, വിവിധ ഗവൺമെൻറ്റുകൾ ബജറ്റ് നടപ്പിലാക്കുന്നതിന് മുമ്പേ ഈ വിഷയങ്ങളെല്ലാം പഠിച്ച് അവരത് നടപടി എടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഈ വർഷം എനിക്ക് തോന്നുന്നത് വെച്ചാൽ കേരളത്തിൽ കുറച്ചുകൂടി നല്ലൊരു മോഡിയുടെ ഒരു ടാർഗറ്റിൽ കേരളം വരുന്നുണ്ട്, പൊളിറ്റിക്കൽ ടാർഗറ്റിൽ. ഇപ്പം പ്രധാനമായിട്ട് സുരേഷ് ഗോപി വന്നതിന് ശേഷം അത് കൂടുതൽ ശക്തമാണ്. BJP അനുകൂല അന്തരീക്ഷം അവർ കാണുന്നുണ്ട്. അതുകൊണ്ട് എനിക്കൊന്ന് കൂടുതൽ അലോക്കേഷൻ കേരളത്തിൽ കൊടുക്കാൻ, മലയാളികളെ പ്രീണിപ്പിക്കാൻ വേണ്ടി കൊടുക്കാൻ സാധ്യതയുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.